ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട BJP ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ BJPയുടെ ധർണ ആരംഭിക്കുകയാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് അവിടെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. തത്സമയം സൗകര്യമൊരുക്കി കൊടുക്കുന്നത് ഡൽഹി പോലീസാണ്. ഡൽഹി പോലീസ് അവരുമായിട്ട് സൗഹൃദപരമായിട്ടാണ് സമരക്കാരുമായിട്ട് ഇടപെടുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡൽഹി പോലീസ് അത്തരത്തിലുള്ള സമീപനമെടുത്തത്? അന്നത്തെ സമരത്തിനെത്തിയത് യുവാക്കളായിരുന്നു. അന്നത്തെ സമരത്തിനെത്തിയതിൽ കുറച്ചുപേര്, വളരെ കുറച്ചുപേരെ വന്നുള്ളൂ എങ്കിലും അവർ വിദ്യാർത്ഥികളായിരുന്നു. വിദ്യാർത്ഥികളോടും ഇന്ത്യൻ യുവാക്കളോടും ഇവിടത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി സർക്കാരിന് പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സംഘം നടത്തിയ സമരത്തിന് ഭാവാത്മകമായിട്ടുള്ള പിന്തുണ നൽകി ഇന്ത്യയുടെ പോലീസ് സംവിധാനം, ഇന്ത്യയുടെ ഭരണകൂടം, ഡൽഹി ഭരണകൂടം. അത് കഴിഞ്ഞപ്പോൾ സമരത്തിന്റെ രൂപം മാറ്റി. കാരണം സമാധാനപരമായിട്ട് സമരം ചെയ്താൽ ഇന്ത്യയെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന് ഈ രാജ്യത്തെ പല പ്രാവശ്യം കർഷക സമരത്തിലൂടെ അട്ടിമറിക്കാൻ വന്ന, കാശ്മീർ സമരത്തിലൂടെ അട്ടിമറിക്കാൻ വന്ന, ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി രാജ്യത്ത് മുഴുവൻ വിഘടന ശക്തികളെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാർക്ക് തോന്നി. അങ്ങനെ വന്നു. ഉടൻ തന്നെ പഞ്ചാബിൽ നിന്നുള്ള സിഖ് തീവ്രവാദികൾ ഈ സംഘത്തിലേക്ക് നുഴഞ്ഞുകയറി. ഇസ്ലാമിക തീവ്രവാദികൾ ഈ സംഘത്തിലേക്ക് നുഴഞ്ഞുകയറി 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്ന പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള രാജ്യദ്രോഹികൾ ഈ സമരത്തിലേക്ക് നുഴഞ്ഞുകയറി. നരേന്ദ്രമോദി സർക്കാരിനെ എത്രയും പെട്ടെന്ന് താഴെയിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും അർബൻ നക്സലൈറ്റുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ആ സമരത്തിലേക്ക് നുഴഞ്ഞുകയറി. ആ സമരം ഹൈജാക്ക് ചെയ്തു. ആ ഹൈജാക്ക് ചെയ്തതിന്റെ ഫലമായിട്ടാണ് വനിതാ പത്രപ്രവർത്തകരെ ഉൾപ്പെടെ നടുറോഡിലിട്ട് പീഡിപ്പിക്കുന്ന അതിദയനീയമാർന്ന ചിത്രം ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ടത്. അങ്ങനെയുള്ളവർ ഹൈജാക്ക് ചെയ്തപ്പോഴാണ്. അപ്പോഴാണ് ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ മുഖം മാറിയത്.